എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയ് തോമസ്. ബാബാമിയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രസംഗം പഠിക്കാനെ കൊണ്ടും പ്രസംഗത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഓരോ വേദികളിൽ പോയി പ്രസംഗിക്കാനെ കൊണ്ട് താല്പര്യപ്പെടുന്നവർക്കും വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഈ എടുക്കുന്ന ഓരോ പ്രസംഗ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്ന പ്രസംഗത്തെ എത്രയായിട്ട് തരംതിരിക്കാമെന്നുള്ളത്. അതിൻ്റെ ഉദ്ദേശത്തിനും ആശയത്തിനും അനുസരിച്ച് പ്രസംഗത്തെ 4ആയിട്ട് തരംതിരിക്കാമെന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഉദ്ദേശത്തിൻ്റെ അനുസരിച്ച് പ്രസംഗത്തെ തരംതിരിക്കുമ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നതായ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുള്ളതായ തൽക്ഷണം നടത്തുന്നതായ പ്രസംഗങ്ങൾ, പിന്നെ കുറിപ്പുമായിട്ടെത്തുന്നതായ പ്രസംഗങ്ങൾ, അങ്ങനെ 3-4 കാര്യങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. അപ്പം 3-4 രീതിയിൽ തയ്യാറാക്കിക്കൊണ്ട് വരുന്നതും പെട്ടെന്നുള്ളതായ പ്രസംഗവും, കുറിപ്പുമായിട്ടെത്തുന്ന പ്രസംഗവും, മനഃപ്പാഠമായിട്ടെത്തുന്നതായ പ്രസംഗവും, അങ്ങനെ 4 രീതിയിൽ തരംതിരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രസംഗത്തെ എത്രയായിട്ട് തരംതിരിക്കാം എന്നുള്ളതാണ്. അപ്പം ആശയത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും അനുസരിച്ച് നമ്മളിപ്പോൾ പറയാനെ കൊണ്ട് പോകുന്നതായ ആശയത്തിൻ്റെയും ലക്ഷ്യങ്ങളുടെയും ഉദ്ദേശത്തിൽ നമുക്ക് പ്രസംഗത്തെ 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വിവരദായക പ്രസംഗം. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ചില അറിവുകൾ നൽകാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതായ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനെ കൊണ്ട് വേണ്ടി വിളിക്കുന്നതായ വേദിയിൽ സംസാരിക്കുന്ന പ്രസംഗമാണ് വിവരദായക പ്രസംഗം എന്ന് പറയുന്നത്. വിവരങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരെ നല്ല അറിവുകളെക്കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്താണ് ചെയ്യാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയാനെ കൊണ്ട് വേണ്ടിയുള്ള പ്രസംഗമാണ് വിവരദായക പ്രസംഗം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രേരണാ പ്രസംഗം. പ്രേരണാ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണ കൊടുക്കുക, മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ളതായ പ്രസംഗമാണ് പ്രേരണാ പ്രസംഗം എന്ന് പറയുന്നത്. ഈ പ്രേരണാ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തുകളിൽ, അതുപോലെ തന്നെ ജില്ലകളെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ MLA വന്നിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ളതായ മറ്റ് വ്യക്തികൾ, അതായത് നമുക്കൊരു പ്രേരണ തരികയാണ്. അത് ചെയ്തു തരാം, അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചു തരും എന്നുള്ളതിനെ പറ്റി ഒരു പ്രേരണ തരുന്നതായ രീതിയിലുള്ളൊരു പ്രസംഗമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രസംഗമാണ് ഈ രണ്ടാമത്തെ പ്രസംഗം. അത് ഒരു ലക്ഷ്യമാണ്, മറ്റുള്ളവർക്കൊരു ലക്ഷ്യം പറഞ്ഞു കൊടുക്കുവാണ്. ആശയത്തിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതായ രീതിയിലൊരു തുറന്ന സംസാരമാണ് രണ്ടാമത്തെ പ്രസംഗം, പ്രേരണാ പ്രസംഗം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പ്രസംഗം എൻ്റർടൈൻമെൻറ്റ് പ്രസംഗം. എൻ്റർടൈൻമെൻറ്റ്, വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ സമയങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഘോഷപരമായ ചടങ്ങുകളിൽ നമുക്കൊരു പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്വാഗത പ്രസംഗം, അതിനൊരു ഉദാഹരണം പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഒന്നിച്ച് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ വെച്ചൊരു പ്രസംഗം നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചൊരു സെമിനാർ നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചൊരു ക്ലാസ് കൊടുക്കുക, ആ രീതിയിലൊരു പ്രസംഗമുണ്ട്. നമുക്കറിയാം, ഒരാൾ നമുക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പുള്ളി, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നതായ ഒരു പ്രസംഗമുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ യാത്രയിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്നതായ ഒരു പ്രസംഗമായിരിക്കും ആ മൂന്നാമത്തെ പ്രസംഗം എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻ്റ്, അല്ലെന്നുണ്ടെങ്കിൽ വിനോദപരമായ സന്തോഷപരമായ പ്രസംഗം എന്ന് പറയുന്നത്. നാലാമത്തെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നടത്തുന്നതായ പ്രസംഗം. ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നടത്താനെ കൊണ്ട് വേണ്ടി ഉദ്ദേശിക്കുന്നതായ പ്രസംഗമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്നതായ പ്രസംഗമുണ്ട്. അതാണ് ഈ ആശയത്തിൻ്റെ അനുസരിച്ച് നാലാമത്തെ പ്രസംഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അനുശോചനം അറിയിക്കാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിലുള്ളതായ കാര്യങ്ങൾ, അങ്ങനെയുള്ളതായ പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാനെ കൊണ്ട് വേണ്ടി ഒരു ചെറിയ പ്രസംഗം നടത്തുന്ന രീതിയുണ്ട്. അതിപ്പോൾ നമ്മളെ
അവർ വിളിക്കുന്നതായിരിക്കും, കയറി വാ, ഒന്ന് ഒരു പ്രസംഗം നടത്താനൊക്കെ വേണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് സംസാരിക്കും, ഒരു പ്രസംഗം നടത്താനൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് കയറി വരണം, സ്റ്റേജിൽ വന്ന് ഈ ഒരു അനുശോചന പ്രസംഗം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിലുള്ളതായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയാസപരമായ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിലുള്ളതായ പ്രസംഗം നമുക്ക് അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തത്സമയ പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രസംഗത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞ 4ാമത്തെ പ്രസംഗം എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ലഭിക്കുന്നതായ, ചില സന്ദർഭങ്ങളിൽ നടത്തുന്നതായ പ്രസംഗം, അതാണ് 4ാമത്തെ പ്രസംഗം. അപ്പം ആശയങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രസംഗത്തിനെ വീണ്ടും 4ആയിട്ട് നമുക്ക് തരംതിരിക്കാനെ കൊണ്ട് സാധിക്കും. ഒരാൾക്ക് അറിവ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ, അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഒരു കമ്പനിയിൽ ഒക്കെ ചെയ്യുന്നതായ പ്രസംഗമാണ് 1ാമത്തെ പ്രസംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? വിവരങ്ങളെക്കുറിച്ച് പറയാനെ കൊണ്ട് വേണ്ടി വിവരദായക പ്രസംഗം എന്ന് പറയുന്നത്. 2ാമത്തേത് പ്രേരണ പ്രസംഗം. പ്രേരണ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം മുന്നിൽ എന്നും ഇലക്ഷൻ്റെ സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ തന്നുകൊണ്ട് നടത്തുന്നതായ പ്രസംഗമുണ്ട്. അതാണ് പ്രേരണ പ്രസംഗം എന്ന് പറയുന്നത്. പിന്നെ എൻ്റർടൈൻമെൻറ്റ്, സന്തോഷത്തിൻ്റേതായ യാത്രയുടെ അനുഭവങ്ങളിൽ അതേ രീതിയിൽ നമ്മൾ പോകുന്നതായ ചില സന്ദർഭങ്ങളിൽ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായ പ്രസംഗങ്ങളുണ്ട്. അതാണ് എൻ്റർടൈൻമെൻറ്റ് സ്പീച്ച്. അല്ലെന്നുണ്ടെങ്കിൽ വിനോദപരമായ പ്രസംഗം, സ്വാഗത പ്രസംഗം നടത്തുന്നത് അതിനകത്ത് ഉൾപ്പെടുത്താൻ കൊണ്ട് സാധിക്കും. 4ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ പ്രസംഗിക്കേണ്ടി വരുന്നതായ പ്രസംഗങ്ങളെയാണ് 4ാമത്തെ പ്രസംഗം എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു, അനുശോചനം അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഉള്ളതായ നോർമലായിട്ടുള്ള പ്രസംഗമുണ്ട്. അപ്പം പ്രസംഗത്തെ അതിൻ്റെ ഉദ്ദേശത്തിലും ആശയത്തിനും അനുസരിച്ച് നമുക്ക് 4ആയിട്ട് തരംതിരിക്കാനും കൊണ്ട് സാധിക്കും. ആദ്യത്തെ 4 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു, വീണ്ടും 4 കൂടെ ഈ പ്രാവശ്യം പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വെറുതെ നമ്മൾ പോയി ഓരോ സ്റ്റേജിൽ കയറി നിന്നിട്ട് പ്രസംഗം നടത്തുന്നതല്ല പ്രസംഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ പ്രസംഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് പ്രസംഗം? ഒരു മത്സരത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു വേദിയിലേക്കൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. വെറുതെ ഒരു മൈക്കിന് മുന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോരുന്നതല്ല പ്രസംഗം എന്ന് പറയുന്നത്. ശരിക്കും അതും ഒരു കലയാണ്, അത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ അത് ഏത് രീതിയിൽ അത് വിജയിപ്പിക്കാനെ കൊണ്ട് സാധിക്കുമോ അതാണ് ഒരു വ്യക്തി പ്രസംഗിച്ചു എന്ന് പറയുന്നതിന് അർത്ഥം ആകുന്നത്. മനസ്സിലായല്ലോ?